ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ചോറിൻ്റെ കൂടെയും പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു തക്കാളിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് പെട്ടെന്ന് സ്കൂളിലേക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന ടൈമിൽ അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളക്, 1-2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ അത്രയും മുളക് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്തെടുത്താലും മതി. ഇനി നമുക്കിതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണ് ഇഞ്ചിയുടെ പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടിയുള്ള പേസ്റ്റ് ആണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതൊക്കെ കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാൻ മുറിച്ചിട്ടല്ല ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഒരു ഹാഫ് ആക്കിയിട്ട് മുറിച്ച് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കമിഴ്ത്തി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കണം. അങ്ങനെ അടച്ച് വെച്ച് വേവുന്ന ടൈമിൽ നമുക്കിതിൻ്റെ തൊലിയൊക്കെ നല്ല സുഖമായിട്ട് ഊരിയെടുക്കാൻ പറ്റുന്ന രീതിയിലാവും. അതിന് മുന്നേ തക്കാളിയുടെ മുകളിലൊക്കെ ഒന്ന് ചെറിയൊരു കട്ടിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് കീറിയെടുക്കാൻ പറ്റും. അപ്പോൾ ചൂടുണ്ടാവും. അപ്പോൾ അതുപോലെ ശ്രദ്ധിച്ചിട്ട് വേണം ഓരോന്നിൻ്റെ തോല് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിതാ ഇപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തോല് ഇതുപോലെ ഒന്ന് നല്ല വൃത്തിയിൽ കീറിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടും, കാരണം ഇതൊക്കെ വെന്തിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് ചില കുട്ടികൾക്കൊന്നും ഇങ്ങനെ ഈ തോല് കടിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കേട്ടോ ഇത്. ഇനി ഇത് നല്ല പോലെ തന്നെ നാഗം ഉടച്ചിട്ട് തക്കാളി ഉടച്ചെടുക്കണം. അപ്പോൾ തക്കാളിയൊക്കെ ഒരു വിധം ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടി ഒരു 5 മിനിറ്റും കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീർ ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് പച്ചമുളക് നല്ല രീതിയിൽ ഇതിൽ ഉടഞ്ഞ് വന്നുകൊണ്ട് അത്യാവശ്യം എരിവ് അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ മസാലകളൊക്കെ ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ചോറിൻ്റെ കൂടെയോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.